ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി. അപ്പോൾ ചിലർക്കൊക്കെ ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും, അവർ നമ്മളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്, അത് അവരുടെ പെരുമാറ്റത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചില കേസിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നിങ്ങളെ നന്നായിട്ട് നല്ല സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒട്ടും ലേറ്റ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളോട് അവർക്ക് സംസാരിക്കാൻ യാതൊരു ടോപ്പിക്കും ഉണ്ടായിരിക്കില്ല, എന്നിരുന്നാൽ പോലും അവർ നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ളതാണ്. കൂടാതെ ഒരു ടോപ്പിക്കും നിങ്ങളുമായിട്ട് സംസാരിക്കാനില്ല, അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് അവർക്ക് ഒരു കാര്യം ഷെയർ ചെയ്യാനുണ്ടാവില്ല. എന്നിരുന്നാൽ കൂടി നിങ്ങളെ അത്രമേൽ ഇഷ്ടമാണ് എന്നുള്ളതിൻ്റെ പേരിൽ അവർ നിങ്ങളോട് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള യാതൊരു ചാൻസും അവർ ഒഴിവാക്കില്ല എന്നുള്ളതാണ്. പിന്നെ വരുന്നത്, നിങ്ങളിപ്പോൾ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്നും ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. എന്ത് തന്നെ ആയാലും നിങ്ങളോട് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും അവർ മിസ്സാക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾ ആരുടെയെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് നിങ്ങളോടൊരു ചെറിയ രീതിയിലുള്ളൊരു ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് ആയിട്ട് വരുന്ന കാര്യം, നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, നമുക്ക് എന്തെങ്കിലും വിഷമമുള്ള സമയമാണ്, എന്തെങ്കിലും ഡിപ്രഷൻ മൂഡിലൂടെ കടന്നു പോകുന്ന സമയമാണെന്നുണ്ടെങ്കിലും അവർ എന്ത് തിരക്കും അവർക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് അവർ വരും. കൂടാതെ തന്നെ അവർ യാതൊരു പ്രതിഫലവും അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങളെ അത്രത്തോളം ഇഷ്ടമായത് കൊണ്ടാവാം അവരിങ്ങനെ നിങ്ങളെപ്പോൾ വിളിക്കുമ്പോഴും വരുന്നത്. കൂടാതെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം എന്നുള്ള സാഹചര്യത്തിലാണെങ്കിൽ കൂടി അവർക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് അവർ നിങ്ങളുടെ ഒരു കാര്യത്തിനായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സ്വഭാവമുള്ള ഒരാൾക്കാരെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ അവരൊരിക്കലും നിങ്ങൾ വിടാനായിട്ട് പാടില്ല. കാരണം അവർ നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തേർഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാവാം, ഇങ്ങനത്തെ വ്യക്തികൾ നിങ്ങളുടെ കാര്യത്തിൽ കുറച്ചും കൂടി പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും അവരത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. മാക്സിമം നിങ്ങളെ സേഫ് ആയിട്ട് വെക്കാൻ ഇങ്ങനത്തെ ഒരു ആൾക്കാരെ ശ്രമിക്കും എന്നുള്ളതാണ്. ഫോർത്ത് പോയിന്റ് ആയിട്ട് വരുന്നത്, അവരുടെ ലൈഫിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നടക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അവരാഗ്രഹിച്ച ഒരു കാര്യം നടക്കുകയാണ്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളോടും ഒരു അഭിപ്രായം ചോദിച്ചിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ അഭിപ്രായത്തിന് അത്രയും വാല്യൂ തരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആരുടെയെങ്കിലും ഒരു ഇതിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. ഏറ്റവും അവസാനത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളുടെ സ്വഭാവത്തിൽ കാണുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ അവരവരുടെ ഒരു സ്വഭാവത്തിലും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ആരുടെയെങ്കിലും ഒരു ലൈഫിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങളെ സ്നേഹിക്കാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളുടെ നല്ല കാര്യങ്ങൾ അവരുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ അത്ര വലിയ താല്പര്യമൊന്നും കാണില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, അവർക്ക് നിങ്ങളെ അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ നിങ്ങളുടെ നല്ല കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.